എല്ലാവർക്കും മഹാദേവ ഭക്തിയുണ്ടെന്ന് കരുതട്ടെ. ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു കൊച്ചുകുട്ടിയുടെ മഹാദേവ ഭക്തിയെക്കുറിച്ചാണ്. അവൻ എന്താണ് ഭഗവാനോട് പ്രാർത്ഥിച്ചത്, അതിന് ഭഗവാൻ എന്ത് പ്രതിഫലമാണ് നൽകിയത് എന്നൊക്കെ നമുക്ക് കഥയിലൂടെ കേൾക്കാം. നമഃ ശിവായ. ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു കൊച്ചുകുട്ടിയുടെ മഹാദേവ ഭക്തിയെക്കുറിച്ചാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ബാലൻ അനന്തു. ദാരിദ്ര്യം കാരണം ഒന്നും സ്വന്തമില്ലെങ്കിലും അവന്റെ ഹൃദയം മുഴുവൻ ശിവനോടുള്ള ഭക്തിയാൽ നിറഞ്ഞിരുന്നു. പ്രതിദിനം പുലർച്ചെ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള പഴയ ശിവാലയത്തിലേക്ക് അവൻ പോകും. പൂക്കൾ വാങ്ങാൻ പണമില്ലാത്തതിനാൽ വഴിയരികിൽ വീണുകിടക്കുന്ന തുളസിയിലകളും കാട്ടുപൂക്കളും എടുത്ത് ശിവലിംഗത്തിന് സമർപ്പിക്കുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ വലിയ വരൾച്ച, കിണറുകൾ വരണ്ടു, വയലുകൾ പൊട്ടിത്തെറിച്ചു. എല്ലാവരും വിഷമിച്ചപ്പോൾ അനന്ത് ശാന്തമായി ശിവാലയത്തിലേക്ക് നടന്നു. ശിവലിംഗത്തിനു മുന്നിൽ ഇരുന്ന് അവൻ പറഞ്ഞു, മഹാദേവാ, എനിക്കൊന്നും ചോദിക്കാനില്ല, പക്ഷേ എന്റെ ഗ്രാമത്തെ രക്ഷിക്കണം. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം. അവന്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ വീണു. അത് ലിംഗത്തിൽ തട്ടിയ നിമിഷം ആകാശത്ത് കറുത്ത മേഘങ്ങൾ കൂട്ടം ചേർന്നു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ മഴ പെയ്തു തുടങ്ങി. ഗ്രാമം മുഴുവൻ ആഹ്ലാദിച്ചു. പക്ഷേ ആരും അറിഞ്ഞില്ല ആ മഴ ഒരു ചെറു ബാലന്റെ നിഷ്കളങ്ക ഭക്തിയുടെ മറുപടിയാണെന്ന്. അന്ന് രാത്രി അനന്ത് സ്വപ്നത്തിൽ മഹാദേവനെ ദർശിച്ചു. മഹാദേവൻ സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഭക്തിയുടെ മൂല്യം വാക്കുകളിൽ അല്ല, ഹൃദയത്തിലാണ്. നിന്റെ ഒരു കണ്ണുനീർത്തുള്ളി പോലും എനിക്കൊരു മഹായാഗമാണ്. അനന്ത് ഉണർന്നപ്പോൾ അവന്റെ ഹൃദയം ആനന്ദഭരിതമായി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, ഭക്തിക്ക് സമ്പത്ത് ആവശ്യമില്ല, അനന്തുവിന് പൂക്കൾ വാങ്ങാൻ പണമില്ല. പക്ഷേ അവന്റെ ഭക്തി ഏറ്റവും ശുദ്ധമായിരുന്നു. ദൈവം കാണുന്നത് സമർപ്പണത്തിന്റെ വിലയല്ല, മനസ്സിന്റെ ശുദ്ധിയാണ്. നിഷ്കളങ്കമായ പ്രാർത്ഥനയ്ക്ക് അതിശയകരമായ ശക്തിയുണ്ട്. അവൻ തന്റെ ഗ്രാമത്തിനായി കണ്ണുനീർ ചേർത്ത് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥന ദൈവത്തെ തന്നെ ചലിപ്പിക്കും. ദൈവം ഹൃദയത്തിലെ സത്യസന്ധത കേൾക്കും. മഹാദേവൻ സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ ഒരു കണ്ണുനീർ തുള്ളിയും എനിക്കൊരു യാഗമാണ്. മഹാദേവൻ വലിയ യാഗങ്ങൾക്കല്ല, സത്യസന്ധമായ ഹൃദയത്തിനാണ് പ്രതികരിക്കുന്നത്. ഒരു നല്ല മനസ്സ് ഒരു ഗ്രാമത്തെ പോലും രക്ഷിക്കാം. ഒരു ചെറു ബാലന്റെ ഭക്തി മുഴുവൻ ഗ്രാമത്തിനും മഴയായി. ഒരാളുടെ നല്ല മനസ്സ് സമൂഹത്തെ മാറ്റാൻ കഴിയും. സത്യസന്ധമായ ഭക്തി എപ്പോഴും ദൈവത്തെ സ്പർശിക്കും. സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥന ലോകത്തേക്കു തന്നെ അനുഗ്രഹമാകാം. ചെറിയ മനസ്സുകൾക്കും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകും. ദൈവം വലിയ യാഗങ്ങൾ, വലിയ വാക്കുകൾ, വലിയ സമർപ്പണങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു.